പാഠത്തിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡ്രിൽ പീരീഡിന് ശേഷമാണ് കണക്കിൻ്റെ ക്ലാസ്. കണക്ക് ഇവരെ പഠിപ്പിക്കുന്നത് സുരേന്ദ്രജി മാസ്റ്റർ സാബാണ്. അപ്പോൾ ഈ ഡ്രിൽ പീരീഡ് കഴിഞ്ഞ് 2 മിനിറ്റ് മുമ്പേ എല്ലാ കുട്ടികളും പഹലേഹി അപ്പിനി ജഗ ഹോംവർ ആക്കർ ബൈറ്റ് ജാത്തേത്തെ, എല്ലാവരും ഈ അധ്യാപകനെ പേടിയുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും അവർ വന്നിരിക്കുകയാണ്. സുരേന്ദ്രജി മാറ്റ് സാബ് ഇസി പീരീഡ് ഈ പീരീഡിൽ സുരേന്ദ്രജി മാറ്റ് സാബ് പീരീഡ് കാപ്പി ജാഞ്ച് തേത്തെ. അപ്പോൾ ആദ്യമായിട്ട് ബുക്ക് പരിശോധിക്കുകയാണ്. കുട്ടികളുടെ ബുക്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുകയാണ് മാസ്റ്റർജി ചെയ്യുന്നത്. ജറാസി ഗലത്തി പർ ബച്ചോങ്കോ ഇതർ ഉതർ ഫേങ്ക് ദേതേ. എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെങ്കിൽ അല്പം തെറ്റുണ്ടെങ്കിൽ പോലും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴക്കുകയും ഫേങ്ക് ദേതേ യാ ജാബട്ട് മാർനെ ലഗ്തേത്തെ, നല്ലവണ്ണം അടിക്കുകയും ചെയ്യുമായിരുന്നു. ജാബട്ട് മാർനെ ലഗ്തേത്തെ, നല്ലവണ്ണം അടിക്കുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്താ താ. ഉൻകാ ഹാത്ത് ചലന, അദ്ദേഹം അടിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൈ ചലിച്ചു തുടങ്ങിയാൽ ശുരു ഹോന ആരംഭിച്ചാൽ ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്താ താ, അത് നിർത്താൻ അദ്ദേഹം മറന്നുപോകും. ആ ജാതിയിലുള്ള അടിയായിരിക്കും. ഏക് ദിൻ സുരേന്ദ്രജി മാറ്റ് സാബിനെ ബോല ബേലാക്കെ ബാലോമേ പഞ്ച ഫംസായ. എന്താണ്? ഒരു ദിവസം ഈ ഗണിതാധ്യാപകൻ ബേലാക്കെ ബാലോമേ, ബേലയുടെ ബാലോമേ മുടിയിൽ, ബാലോമേ പഞ്ച ഫംസായ ചുറ്റി വരിഞ്ഞു പിടിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. എന്തിനാണോ ഇവളുടെ മുടി ഇങ്ങനെ പിടിച്ചത്, അതിനു മാത്രമുള്ള ഒരു തെറ്റൊന്നും ബേല ചെയ്തിട്ടുണ്ടായിരുന്നില്ല. पर शायद ഒരു പക്ഷേ जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. അത്രമാത്രം തെറ്റൊന്നും അവൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉനോനെ ബേലാക്കോ ചോട് ദിയ. അതിനുശേഷം ഇങ്ങനെ മുടി പിടിച്ച് വലിച്ച് പെട്ടെന്ന് തന്നെ ഉനോനെ ബേലാക്കോ ചോട് ദിയ, അദ്ദേഹം ബേലെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മുടിക്കുള്ള പിടുത്തം വിട്ടു. ചോട് ദിയ. ബേലാക്കെ ഭയഭീത് ചേഹരെ കോ ദേഖ് കർ സാഹിൽ ബുരി തരഹ് ഡർ ഗയാ താ. ബേലാക്കെ ഭയഭീത് ചേഹരെ, ആ ഭയന്ന് വിറച്ചിട്ടുള്ള മുഖം കണ്ടപ്പോൾ, ചേഹര മുഖം, ഭയഭീത് ചേഹരെ കോ ദേഖ് കർ കണ്ടിട്ട്, സാഹിൽ ബുരി തരഹ് ഡർ ഗയ, അവൻ വല്ലാതെ അങ്ങ് പേടിച്ചുപോയി. ഡർ ഗയാത്ത, സാഹിൽ ബുരി തരഹ് ഡർ ഗയാത്ത. ഉസ്നെ ദേഖാ കി ബേലാക്കെ പാവ് അഭി ഭി കാംപ് രഹേ ഹേ. എന്താണ്? അവൻ കണ്ടു. ഉസ്നെ ദേഖാ കി ബേലാക്കെ പാവ് അഭി ഭി കാംപ് രഹേ ഹേ, ഇപ്പോഴും അവളുടെ കാല് വിറക്കുന്നുണ്ടായിരുന്നു. അഭി ഭി കാംപ് രഹേ ഹേ. ജൈസേ വഹ് ഗഡേ അഭി ഗിർ ജായെങ്കി. എന്താണ്? ഇപ്പോൾ ആ നിന്ന നിൽപ്പിൽ നിന്ന് തന്നെ ഗഡേ നിൽക്കുക, നിന്ന നിൽപ്പിൽ നിന്ന് അഭി ഗിർ ജായെങ്കെ, ഗിർന വീഴുക, ഇപ്പോൾ അവൾ വീഴും എന്ന് അവന് തോന്നി. സുരേന്ദ്രജി മാറ്റ് സാബിനെ കാപ്പി കോ ഉസ്കെ ബൈഠ്നെ കി ജഗഹ് പർ ഫേങ്ക്തേ ഹുയേ കഹാ. എന്താണ്? എന്നിട്ട് സുരേന്ദ്ര മാസ്റ്റർജി എന്താണ് ചെയ്തത്? കാപ്പി കോ, ആ ബുക്ക്, ഉസ്കെ ബൈഠ്നെ കി
ജഗഹ് പർ അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഫേങ്ക് തേഹുയെ കഹ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ബൈറ്റ് അപ്പിനി ജഗഹ് പർ നീ എന്താണ് അവിടെ ഇരിക്ക് നിന്റെ സ്ഥലത്ത് ഇരിക്ക് എന്ന് പറഞ്ഞു. ബേലാക്ക മൻ ബഹുത്ത് ഖരാബ് ഹോഗയ എന്താണ് അവളുടെ മനസ്സ് ഒരുപാട് വിഷമിച്ചു. ബേലാക്ക മൻ ബഹുത്ത് ഖരാബ് ഹോഗയ മാട്ട് സാബ് ചാഹെ മുജേ പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമ്നെ നഹി എന്താണ് ഈ മാസ്റ്റർജി എന്നെ ഇങ്ങനെ അടിച്ചത് എന്താണ് ആരുടെ മുന്നിൽ നിന്ന് വേണ്ടായിരുന്നു. മാട്ട് സാബ് ചാഹെ മുജേ പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമ്നെ നഹി സാഹിലിൻ്റെ മുന്നിൽ നിന്ന് എന്നെ ഇങ്ങനെ അടിക്കണ്ടായിരുന്നു മാസ്റ്റർജി. വഹ് സാഹിൽ കെ സാമ്നെ ഗുദ്കോ ശർമിത് മഹസൂസ് കർ രഹി തി ശർമിത ലജ്ജിതനായ സാമ്നെ ഖുദ് കോ ശർമിത് മഹസൂസ് കർ രഹി തി ക്യോങ്കി വഹ് ജാൻതി തി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ എന്താണ് ശർമിത് അവൾ വളരെ ലജ്ജയോടുകൂടി മഹസൂസ് കർ രഹി തി ക്യോങ്കി എന്തെന്നാൽ വഹ് ജാൻതി തി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ അവൾ എന്താണ് സാഹിലിൻ്റെ മുന്നിൽ വളരെ നല്ല ഒരു കുട്ടിയായിരുന്നു. നസർ ദൃഷ്ടി സാഹിൽ കി നസർ മേ സാഹിലിൻ്റെ ദൃഷ്ടിയിൽ ബഹുത്ത് അച്ചി ഹെ ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസ്സെ നസർ നഹിം മിലാപായി അവൾ എന്താണ് അവൻ്റെ അടുത്ത് പോയി ഇരുന്നു. ആക്കർ ബൈട്ടി ഉസ്സെ നസർ നഹിം മിലാപായി അവന് മുഖം കൊടുക്കാത്ത രീതിയിൽ അവനെ നോക്കാത്ത രീതിയിൽ അവൾ അവിടെ ഇരുന്നു. ദീപാവലിക്ക് ചുട്ടിയോം കെ ബാദ് എന്താണ് ദീപാവലിയുടെ ഒഴിവ് സമയത്ത് ദീപാവലിക്ക് ചുട്ടിയോം കെ ബാദ് ചുട്ടി ഒഴിവ് ദീപാവലിക്ക് ചുട്ടിയോം കെ ബാദ് ജബ് സ്കൂൾ ഗുൽത്താത്തോ ബേലാക്കെ സിർ പർ സഫേദ് പട്ടി ബാന്തി തി എന്താണ് ദീപാവലിയുടെ ഒഴിവ് കഴിഞ്ഞിട്ട് ബാദ് ശേഷം ജബ് സ്കൂൾ ഗുലാത്തോ അപ്പോൾ സ്കൂൾ എപ്പോഴാണോ തുറന്നത് ബേലാക്കെ സിർ പർ സിർ തല ബേലയുടെ തലയിൽ സഫേദ് പട്ടി ബാന്തി തി വെള്ള ബാൻഡേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സിർ സഫേദ് പട്ടി ബാന്തി തി കൊയ് ഉസേ ഹോയെ ഹേ ഹോയെ സഫേദ് പട്ടി കഹ് രഹാത്ത എന്താണ് പട്ടി ബാന്തി തി കൊയ് ഉസേ ഹോയെ ഹേയെ ഹോയെ സഫേദ് പട്ടി കഹ് രഹാത്തോ അവളെ ചിലരൊക്കെ വിളിച്ചിരുന്നത് എന്താണ് വെള്ള ബാൻഡേജുകാരി എന്നാണ് വിളിച്ചിരുന്നത്. സഫേദ് വെള്ള പട്ടി ബാൻഡേജ് കഹ് രഹാത്ത ഇങ്ങനെയാണ് കുറച്ച് കുട്ടികൾ അവളെ വിളിച്ചിരുന്നത്. എന്താണ് വെള്ള ബാൻഡേജുകാരി എന്നാണ് കുറച്ച് കുട്ടികൾ അവളെ വിളിച്ചിരുന്നത്. കൊയ് സുൽത്താൻ ടാക്കൂത്തോ കൊയ് കുച്ച് ഔർ കഹ്കർ ചിടാരഹാത്ത കുറച്ചാൾക്കാർ എന്താണ് സുൽത്താൻ ടാക്കു കൊള്ളക്കാരുടെ രാജ്ഞി എന്നാണ് കുറച്ചാളുകൾ വിളിച്ചിരുന്നത്. സുൽത്താന ടാക്കൂത്തോ കൊയ് കുച്ച് ഔർ കഹ്കർ ചിടാരഹാത്ത സുൽത്താന ടാക്കൂത്തോ കൊയ് കുച്ച് ഔർ കഹ്കർ ചിടാരഹാത്ത ചിടാന കളിയാക്കുക കുറച്ചാൾക്കാർ അവരെ കളിയാക്കി വിളിച്ചിരുന്നത് അവളെ കളിയാക്കി വിളിച്ചിരുന്നത് സുൽത്താന ടാക്കു എന്നാണ്. യേ ക്യാ ഹോ ഗയാ ബേല യേ ക്യാ ഹോ ഗയാ ബേല സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുയെ പൂച്ച വളരെ പരവശനായിട്ട് സാഹിൽ ചോദിച്ചു. യേ ക്യാ ഹോ ഗയാ ബേല എന്താണ് പറ്റിയത് ബേല. ചത്ത് സേ ഗിർ ഗയി മേൽക്കൂരയിൽ നിന്ന് വീണതാണ്. ചത്ത് മേൽക്കൂര ചത്ത് സേ ഗിർ ഗയി ബേലാനെ ഹസ്തേ ഹുയെ കഹ ചിരിച്ചുകൊണ്ട് ഹസ്ന ചിരിക്കുക ചത്ത് സേ ഗിർ ഗയി ബേലാനെ ഹസ്തേ ഹുയെ കഹ ഔർ കഹ बहुत दिन हो गए आज गेल गंडी में ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ്ക് ഗേലേങ്കെ നമുക്കെന്താണ് ബഹുത്ത് ദിൻ ഹോ ഗേ വളരെ ദിവസമായി നമ്മൾ കളിക്ക് ഒന്നും പറയോ കളിക്ക് ഒന്നും ചെയ്യാത്ത ബലാനെ ഹസ്തേ ഹുയെ കഹ ഔർ കഹ എന്നിട്ട് പറഞ്ഞു ബഹുത്ത് ദിൻ ഹോ ഗേ നാം വളരെ ദിവസമായി ആജ് ഗേൽ ഗണ്ടീമേ ഇന്ന് നമുക്ക്
ഡ്രിൽ പിരീഡ് ഗേൽഗണ്ടി में ഗാന്ധി ചൗക്ക് में ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ലങ്കടി ടാങ്ക് ഗേലേങ്കി നമുക്കെന്താണ് ഒറ്റക്കാലിൽ ചാട്ടം കളിക്കാം. ലങ്കടി ടാങ്ക് ഒറ്റക്കാലിൽ ചാട്ടം. നെഹിങ് ഗേലേങ്കി തെരെ സിർമേ ഫിർസെ ലഗ് ജായേഗി തോ എന്താണ് അങ്ങനെയൊന്നും കളിക്കണ്ട എന്ന് സാഹിൽ പറയുകയാണ്. കാരണം എന്താണ്? നെഹിങ് ഗേലേങ്കി കളിക്കണ്ട, തെരെ സിർപ്പ് നിന്റെ തലയിൽ, സിർമേ ഫിർസെ ലഗ് ജായേങ്കി വീണ്ടും മുറിവുണ്ടാകും, അതുകൊണ്ട് ഇന്ന് നമുക്ക് കളിക്കണ്ട. നെഹിൻ ലഗേഗി ബേലാനെ ജിദ് की जिद ഷാഢ്യം. നെഹിൻ ലഗേഗി ബേലാനെ जिद की और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी गेल गंडी ലങ്കടി ടാങ്ക് ഗേല് എന്താണ് അവളുടെ ഷാഢ്യത്തിന് മുന്നിൽ ഒന്നും പറയാൻ പറ്റിയില്ല. और वे ഹമേശാ കി തരഹ് സാരേ ബച്ചോം കെ സാത്ത് മുഴുവൻ കുട്ടികളുടെയും കൂടെ ഗാന്ധി ചൗക്ക് കി ബാലുമേം അവിടെയുള്ള ബാലു മണലിൽ പുരി ഗേൽ ഗണ്ടി ലങ്കടി ടാങ്ക് ഗേലെ എന്താണ് ഒറ്റക്കാലിൽ ചാട്ടം അവർ കളിച്ചു. ഇൻ ബച്ചോങ്കോ അപ്പിനെ ചാരോം ഓർ ഗേൽത്തെ ദേക്ക് കർ ഇങ്ങനെ ആ പ്രതിമയ്ക്ക് മുമ്പിൽ എല്ലാവരും എന്താണ് ഇൻ ബച്ചോങ്കോ അപ്പിനെ ചാരോം ഓർ ഗേൽത്തെ ദേക്ക് കർ അവരുടെ കളി കണ്ടിട്ട് ഗാന്ധിജി की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो എന്താണ് ഇന്ന് ഗാന്ധി പ്രതിമ കുറച്ച് സാധാരണയിലും കൂടുതൽ പുഞ്ചിരിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. ഔർ ഗേൽത്തെ ദേക്കുകാർ ഈ കുട്ടികളുടെ കളി കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഗാന്ധിജിയുടെ പ്രതിമ ദിക്കായി പടുത്തി ഔർ ജയ്സെ ഔർ സമയസെ കുച്ച് അധിക് മുസ്കുരാ രഹി ഹോ എന്താണ് കുറച്ച് കൂടുതൽ സമയം പുഞ്ചിരിച്ചോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ. മുസ്കുരാന പുഞ്ചിരിക്കുക. രവിവാർ കാ ദിൻ താ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ അപ്നെ ഘർ മേ നീം കെ പേട് കി ഡാലി പകഡ് കർ ജൂം രഹാ താ എന്താണ് ഒരു ഞായറാഴ്ച ദിവസം. രവിവാർ കാ ദിൻ സാഹിൽ അപ്നെ ഘർ മേ സാഹിൽ തൻ്റെ വീട്ടിൽ നീം കെ പേട് കി ഡാലി പകഡ് കർ നീം വേപ്പ് മരത്തിൻ്റെ ശിഖരത്തിൽ പിടിച്ചുകൊണ്ട് പകഡ് കർ പിടിച്ചിട്ട് ജൂം രഹാത്ത ആടുകയായിരുന്നു. വഹ് ഏക്ക് സ്റ്റൂൾ പർ ചടുക്കർ ജുൽത്താത്ത എന്താണ് അവൻ ഒരു സ്റ്റൂളിൻ്റെ അടുത്ത് സ്റ്റൂളിലിരുന്നിട്ട് ഇങ്ങനെ ചടുക്കർ ജുൽത്താത്ത എങ്ങനെയായിരുന്നു സ്റ്റൂൾ പിടിച്ച് നിന്നുകൊണ്ടായിരുന്നു ആടിയിരുന്നത്. സ്റ്റൂളിൻ്റെ മേൽ കയറിയിട്ട് ആടുകയായിരുന്നു. അചാനക് ചട്ന കയറുക. ചടുക്കർ ജുൽത്താത്ത അചാനക് പെട്ടെന്ന്. അചാൻ ടൂട്ടേ സ്റ്റൂൾ കി ഏക്ക് കീൽ സാഹിൽ കി പിടലിമേം ലഗ് ഗൈ എന്താണ് ഈ പൊട്ടിയ സ്റ്റൂളിൽ നിന്ന് ഒരാണി കീൽ ആണി സാഹിൽ കി പിണ്ടലിമേം ലഗ് ഗൈ കാൽമുട്ടിനു താഴെ ഒരു ആണി എന്താണ് ഏക്ക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോഗയ ഒരു ഇഞ്ച് ആഴത്തിൽ അങ്ങോട്ട് കയറിപ്പോയി. ഏക്ക് ഇഞ്ച് ഗഹര ഗഡ്ഡ കുഴി ഒരു ഇഞ്ച് വലിപ്പത്തിൽ അങ്ങോട്ട് കയറിപ്പോയി. ഏക്ക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോഗയ. ഉസേ സർക്കാരി अस्पताल में പട്ടി ബാന്ദ്വാനെ കെ ലിയെ ലേ ജായാ ഗയ അവൻ എന്താണ് സർക്കാരി अस्पताल में ആസ്പത്രി സർക്കാർ ആസ്പത്രിയിൽ പട്ടി ബാന്തിനെ കെ ലിയെ ജായാ ഗയ ബാൻഡേജ് ഇടുന്നതിന് വേണ്ടിയിട്ട് പോയി. ഉസ്നെ ദേക്കാക്കി അവൻ കണ്ടു. ദോ ലോഗോങ്കോ ചോഡ്കർ ആകെ ബേല ഗഡി ഹെ ഒന്ന് രണ്ട് പേരുടെ മുമ്പിലായിട്ട് ആരെയാണ് കാണുന്നത്? ചോഡ്കർ ആകെ ബേല ഗഡി ഹെ അവിടെ ബേല നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. സിർമേം പട്ടി ബാന്തുവാനെ ആയി ഹെ അവളുടെ തലയിലുള്ള ബാൻഡേജ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവളും ആ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ ഔർ കക്ഷാ മേ കൈ ദിൻ തക്ക് ദോ ഐസേ ബച്ചേ ദിക്കായി ദേത്തെ എന്താണ് സ്കൂളിൽ വരികയും പോവുകയും ചെയ്യുന്ന ആ രണ്ട് കുട്ടികൾ ആത്തെ ഹുയെ ഔർ കക്ഷാ മേ സ്കൂളിലും അവരുടെ ക്ലാസ്സിലും
കൈ ദിനോം തക്ക് ഒരുപാട് ദിവസം, ദോ ഐസേ ബച്ചേ ദിഗായിരത്തെ നമ്മൾക്ക് ആ കുട്ടികളെ കാണാൻ പറ്റുമായിരുന്നു. രഹേ ജിൻമേം സെ ഏക് കെ സിർ പട്ടി ബാന്തി ഹോത്തി ഔർ ഏക് കി പിണ്ടലീമേം എന്താണ് ഒരാളുടെ തലയിൽ സിർ പർ പട്ടി ബാന്തി ഹോത്തി ഒരാളുടെ തലയിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ഔർ ഏക് കി പിണ്ടലീമേം ഒരാളുടെ കാലിൻ്റെ താഴെയായിട്ട് എന്തിട്ടുണ്ട് സഫേദ് പട്ടി വെളുത്ത ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. പിണ്ടലീമേം സഫേദ് പട്ടി വാലെ യെ ദോനോ കഹീം പർ ബി സാത്ത് ഹി ദിക്കായി ദേത്തെ എന്താണ് ഇങ്ങനെ ഈ വെള്ള ബാൻഡേജ് ഇട്ട ഈ രണ്ടുപേരെയും കാണാൻ പറ്റുമായിരുന്നു. ദിക്കായി ദേത്തെ കാണാമായിരുന്നു. പാഞ്ചിവീം കക്ഷാക്ക റിസൾട്ട് ആകയ ഇതിനിടയ്ക്ക് 5ാം ക്ലാസ്സിൽ പാഞ്ചിവീം കക്ഷാക്ക കക്ഷ ക്ലാസ് പാഞ്ചിവീം കക്ഷാക്ക റിസൾട്ട് ആകയ ദോനോം ചെടീമേം ആകെ ദോനോം ചെടീമേം ആകെ രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുന്നു. ചെടീമേം ആകെ യഹ് സ്കൂൾ പാഞ്ചിവീം തക്ക് ഹി താ എന്നാൽ അവർ പഠിച്ചു കൊണ്ടിരുന്ന ആ സ്കൂളിൽ 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ അബ് തും കഹാം പഠേഗെ സാഹിൽ ബേലായോട് ചോദിക്കുകയാണ്. ബേല സാഹിബിനോട് ചോദിക്കുകയാണ്. സാഹിൽ അബ് തും കഹാം പഠേഗെ സാഹിൽ നീ എവിടെ പഠിക്കും? ബേലാനെ പൂച്ച ബേല ചോദിച്ചു. ബേലാനെ പൂച്ച സാഹിൽ അബ് തും കഹാം പഠോഗെ നീ എവിടെയാണ് പഠിക്കുക? ഔർ തും കഹാം പഠോഗി നീ എവിടെയായിരിക്കും പഠിക്കുക? സാഹിലിനെ പൂച്ച. മേരെ പാപ്പ കഹ് രഹേ തെ കി തുജെ രാജകീയ കന്യ പാഠശാല മേ പഠായേങ്കെ ഞാൻ എന്താണ് മേരെ പാപ്പ കഹ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കഹ് രഹേ തെ കി തുജെ രാജകീയ കന്യാ പാഠശാലാമേ സർക്കാർ ഗേൾസ് ഹൈസ്കൂളിൽ പാഠശാലാമേം പഠായേങ്കെ നിന്നെ പഠിപ്പിക്കുക എവിടെയാണ്? സർക്കാർ ഗേൾസ് ഹൈസ്കൂളിലാണ് നിന്നെ പഠിപ്പിക്കുക, നീ പഠിക്കുക. ഔർ തും നീ എവിടെയാണ്? മുझे അഗലേ സാൽ അജ്മേർ ഭേജ് ദേങ്കെ എന്താണ് എന്നെ അടുത്ത വർഷം മുझे അഗലേ സാൽ അടുത്ത വർഷം അജ്മേർ ഭേജ് ദേങ്കെ അജ്മേറിലേക്ക് അയക്കും. അവിടെ എന്താണ് വഹാം അവിടെ ഏക് ഹോസ്റ്റൽ ഹേ അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഗർസേ ദൂർ വഹാം അകേല രഹൂങ്ക വീട്ടിൽ നിന്ന് ദൂരെയായിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടെ കഴിയും. ആരാണ് പറയുന്നത്? സാഹിലാണ് പറയുന്നത്. മുझे അഗലേ സാൽ അജ്മേർ ഭേജ് ദേങ്കെ വഹാം ഏക് ഹോസ്റ്റൽ ഹേ ഗർസേ ദൂർ വഹാം അകേല രഹൂങ്ക ഞാൻ ഒറ്റയ്ക്ക് അവിടെ കഴിയും. ക്യോം സാഹിൽ എന്തുകൊണ്ടാണ് സാഹിലെ അങ്ങനെ ഒറ്റയ്ക്ക്? അറിയില്ല. പതാ നഹീം ക്യോം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. തോ യാനി കി അബ് തും ഫുലേരാമേം ഹി നഹീം രഹേങ്കെ അപ്പോൾ നീ ഇനി ഈ ഫുലേരയിൽ ഉണ്ടാവില്ലേ എന്ന് ബേല സാഹിലിനോട് ചോദിക്കുകയാണ്. तो यानी कि अब तुम फुलेरा में ही नहीं देखेंगे नहीं तुम्हारा റിപ്പോർട്ട് കാർഡ് ദിക്കാന എന്താണ് നീ എനിക്ക് നിന്റെ മാർക്ക് ലിസ്റ്റ് കാണിച്ചതാ. റിപ്പോർട്ട് കാർഡ് ദിക്കാന പ്രോഗ്രസ് കാർഡ് കാണിച്ചതാ. തുമാര റിപ്പോർട്ട് കാർഡ് ദിക്കാന. സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹാത്ത എന്താണ് സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹാത്ത ബേലായുടെ ആ പ്രോഗ്രസ് കാർഡ് നോക്കിക്കൊണ്ടിരുന്നു. അവർ ബേല സാഹിൽ കാ ബേല സാഹിലിൻ്റെയും പ്രോഗ്രസ് കാർഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ആജ് ആഖിരി ബാരി അവസാനോഴം വേ ഏക് ദൂസരെ കി കൊയ് ചീസ് കോ ചൂക്ക് ദേക്ക് രഹേത്തെ എന്താണ് അവർ രണ്ടുപേരും കൂടി എന്തോ ഒരു വസ്തുവിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചൂക്ക് ദേക്ക് രഹേ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ് അവർ ഈ സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായി അവർ 2 വ്യത്യസ്ത വഴികളിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ്.
വരി വേ ഏക് ദൂസരെ കി കൊയ് ചീസ് കോ ചൂക്കർ ചൂന തൊടുക, എന്തോ സ്പർശിച്ചിട്ട് തൊട്ടിട്ട് ദേഖ് രഹേത്തെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. തുമാരി ആങ്ക്മേ ആംസു ക്യോം ആ രഹേ ഹേ ബേല, എന്താണ് ബേല നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത്? തുമാരി ആങ്ക് ആങ്ക് മേ ആംസു ക്യോം ആ രഹേ ഹേ ബേല, ആങ്ക് കണ്ണ്, ആംസു കണ്ണുനീർ, ക്യോം ആ രഹേ ഹേ ബേല. മുജേ ക്യാ പത എനിക്ക് അറിയില്ല, എന്താണ് എന്ന് എനിക്കറിയില്ല. ബേലാനെ ഡബ് ഡബായി ആങ്കേം സെ ഹസ്തേ ഹുയേ കഥ, എന്താണ് നിറഞ്ഞ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുടുകുടാ വീഴുന്നുണ്ട്. ബേലാനെ ഡബ് ഡബായി ആങ്കോം സെ ഹസ്തേ ഹുയേ കഥ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് ഇങ്ങനെ കണ്ണുനീര് വരുന്നതെന്ന് എനിക്ക് അറിയില്ല. സാഹിൽ കി ആങ്കേ ബീർ ബഹുട്ടി കി തരഹ് लाल होने लगी थी और उनमें बारिश की बूंदों से पानी भर गया था. എന്നാൽ സാഹിൽ കി ആംഖേം ബീർ ബഹുട്ടി കി തരഹ്, എന്താണ് സാഹിലിന്റെ കണ്ണ് ബീർ ബഹുട്ടി കി തരഹ്, എന്താണ് ബീർ ബഹുട്ടി എന്ന് പറഞ്ഞാൽ ചുവന്ന ഒരു തരം പ്രാണിയാണ്. ബീർ ബഹുട്ടി കി തരഹ് ലാൽ ഹോനെ ലഗി തി, എന്താണ് ആ ബീർ ബഹുട്ടിയെ പോലെ ചോന്നിട്ടുണ്ടായിരുന്നു സാഹിലിന്റെ കണ്ണ്. എന്താണ് രണ്ടുപേർക്കും പിരിയുന്നതിൻ്റെ സങ്കടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ കരച്ചിലും പിടിച്ചലും ഒക്കെ ഇങ്ങനെ വരുന്നത്. ആ ഉന്മയും ബർഷിക്ക് ബൂന്തോംസ പാനി ബർഗിയാത്, എന്താണ് മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന മഴത്തുള്ളി പോലെ അവൻ്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര് തുള്ളി തുള്ളിയായിട്ട് ഉറ്റുന്നുണ്ടായിരുന്നു. ഉന്മേ ബർഷിക്ക് ബൂന്തോംസ പാനി ബർഗിയാത്ത, അവൻ്റെ കണ്ണിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേല കഖ്നെ ലഗി മേം ചിടാവും അബു തുമേ, എന്നാണ് ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ, നിന്റെ കണ്ണിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ എന്താണ് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ. മേം ചിടാവും അബു തുമേം, എന്താണ് രോനി സൂരത്ത് സാഹിൽ, രോനി സൂരത്ത് സാഹിൽ, എന്താണ് എന്നിട്ട് അവളിങ്ങനെ വിളിച്ച് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്താണ് ഇങ്ങനെ പറയുകയാണ്. രോനി സൂരത്ത് സാഹിൽ, രോനി സൂരത്ത് എന്നാണ് സാഹിൽ കരയുന്നേ, സാഹിൽ കരയുന്നേ എന്ന് ബേല ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, അവനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് എല്ലാ തരത്തിലും. കാരണം എന്താണ് അവർ പിരിയാൻ പോവുകയാണ്, വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു അവർ. അപ്പോൾ അവർ പിരിയുന്നതിൻ്റെ ഒരു സങ്കടം കൊണ്ട് അവരെന്തൊക്കെയോ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. ബരിഷോ ആനേമേ ഡേഡ് മഹീന ബാക്കീത്ത, എന്നാൽ എന്താണ് ബാരിഷ് കാലവർഷം വരാൻ, ബരിഷേം ആനേമേ ഡേഡ് മഹീന ബാക്കീത്ത, എന്താണ് ഡേഡ് 1.5, ബരിഷേം ആനേമേ മഴ വരാൻ, ഡേഡ് മഹീന ബാക്കീത്ത ഇനിയും എന്തുണ്ട് 1.5 മാസം ബാക്കിയുണ്ട്. ലേക്കിൻ ഏക് ബാരിഷോം സെ പഹ്ലേക്ക് ബർഷിക്ക ഏക് ദിൻ ത, എന്നാണ് വർഷത്തിൻ്റെ മുമ്പേയുള്ള വർഷം പോലെയുള്ള ഒരു ദിവസമായിരുന്നു എന്ന്. ബാരിഷോം സെ പഹലെ കി ബർഷിക്ക ഏക് ദിൻ ത, ആസ്മാൻ മേം ഘടായി ഗിരി, എന്താണ് ഘടാന മേഘം, ആസ്മാൻ മേം ആകാശത്തിൽ, ആസ്മാൻ ആകാശം, ആസ്മാൻ മേം ഘടായി മേഘം, എന്താണ് ഗിരീത്തി മേഘത്താൽ ആകാശം വളയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ധൂൽബരി തേ സവായി ചൽ രഹീത്തി, പൊടി നിറഞ്ഞ ധൂൽ പൊടി നിറഞ്ഞ കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. ഹവായും ചൽ രഹീത്തി പാനി ബർസ് രഹാത്ത, എന്താണ് മഴ പെയ്യാൻ തുടങ്ങി. പാനി ബർസ് രഹാത്ത ഫുലേര കസ്ബേക്ക് ബാദൽ ചായി ഏക്ക് ഗലീമേം, എന്താണ് ഈ ഫുലേര കസ്ബെ, ഫുലേര എന്ന പട്ടണത്തിൽ കസ്ബേക്ക് ബാദൽ ചായി ഏക്ക് ഗലീമേം, എന്താണ് മേഘം നിറഞ്ഞ ഒരു പ്രദേശം, ഒരു തെരുവായി മാറിയിരിക്കുന്നു. ആ തെരുവിലൂടെ എന്താണ് ബാദൽ ചായി ഏക്ക് ഗലീമേം പാഞ്ച്വീം സേ ചടീമേ, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിൽ ചലി ഗയി ഏക്ക് ലടുക്കി, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു പെൺകുട്ടി ലടുക്കി ജാ രഹീത്തി നടക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ ഭൂരേ ബാലെ
ബീർ ബഹുട്ടിയോ കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധത്തെ എന്താണ് അവളുടെ തവിട്ടു നിറത്തിലുള്ള മുടി ബാൽ മുടി ബാൽ ബീർ ബഹുട്ടിയോ കെ രംഗ് കെ ലാൽ റിബൺ ബീർ ബഹുട്ടിക്ക് സമാനമായ ചുവപ്പ് നിറത്തിലുള്ള ഒരു റിബൺ കൊണ്ട് സെ ബന്ധത്തെ കെട്ടിയിട്ടുണ്ടായിരുന്നു അവളുടെ തലമുടി. ദൂസരി ദിശാക്കോ ഒരു ദിശയിലൂടെ ആ പെൺകുട്ടി അങ്ങനെ നടന്നു പോവുകയാണ്. ഇനിയോ രണ്ടാമത്തെ ദിശയിൽ ദൂസരി ദിശാക്കോ ജാത്തി ഏക് ഗലി മേ 5 വീം സെ ചടി മേ ഗയാ ഏക് 11 സാൽ കാ ലഡ്കാ ജാ രഹാ താ എന്താണ് മറ്റൊരു വശത്തുകൂടി മറ്റൊരു ഭാഗത്തേക്ക് എന്താണ് 5 വീം സെ ഇതുപോലെ തന്നെ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് ചടി മേ പാസ് ഗയാ ഏക് 11 സാൽ കാ ലഡ്കാ 11 വയസ്സുള്ള ഒരു ആൺകുട്ടി ജാ രഹാ താ വരുന്നുണ്ടായിരുന്നു. ഇസ്കി പിണ്ടലീമേ എന്താണ് അവൻ്റെ കാൽമുട്ടിന് താഴെയായിട്ട് ബീർ ബഹുട്ടിക്ക് രംഗ് കാ സാ ഏക് ഇഞ്ച് ലംബ ചോട്ട് കാ നിശാൻ താ അവൻ്റെ കാൽമുട്ടിന് താഴെയായിട്ട് എന്താണ് ബീർ ബഹുട്ടിക്ക് സമാനമായിട്ട് ചുവപ്പ് നിറത്തിലുള്ള ഒരു ഏക് ഇഞ്ച് ലംബ ചോട്ട് കാ നിശാൻ ഒരു മുറിയുടെ അടയാളമുണ്ടായിരുന്നു. ഒരു മുറിവ് പറ്റിയതിൻ്റെ അടയാളമുണ്ടായിരുന്നു. ആ അടയാളത്തിന് ബീർ ബഹുട്ടിയെ പോലെ ചുവപ്പ് നിറമായിരുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്ത് ഇതിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസറും ഞങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.